വിജയ് സിനിമാ കരിയർ ഉപേക്ഷിച്ചതോടുകൂടി സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഇനി കോളിവുഡിന്റെ ഡോമിനേഷൻ ഒരിക്കലും സാധ്യമുള്ള ഒരു കാര്യമല്ല. ഒരു കാലത്ത് വമ്പൻ കൊമേഴ്ഷ്യൽ സിനിമകൾ മാത്രം തന്നുകൊണ്ടിരുന്ന കോളിവുഡ് ഇന്ന് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടാണ് അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയും വലിയൊരു വീഴ്ചയിൽ നിന്ന് എന്ന് കോളിവുഡ് സർവൈവ് ചെയ്യും? വിജയെ പോലെ സ്റ്റാർ ഇനി കോളിവുഡിൽ ഉണ്ടായില്ലെങ്കിൽ കോളിവുഡ് ഇൻഡസ്ട്രിക്ക് വലിയ സിനിമകൾ ഉണ്ടാവില്ല. ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കോളിവുഡിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചെറിയൊരു അനാലിസിസുമാണ് ഈ വീഡിയോ. സോ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകും. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. വിജയ് കംപ്ലീറ്റ്ലി കോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് റിട്ടയർ ചെയ്തതുകൊണ്ട് തന്നെ ഇനി ഒരു 2030-40 ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ശിവകാർത്തികനോ പ്രദീപ് രംഗനാഥനോ ഒക്കെ റൂൾ ചെയ്യുന്ന ഒരു കോളിവുഡ് ഇൻഡസ്ട്രി നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് അങ്ങനെ വന്നാൽ കോളിവുഡ് ഇൻഡസ്ട്രി ആക്ച്വലി ഇന്ന് കാണുന്ന കന്നഡ ഇൻഡസ്ട്രിയൊക്കെ ഡൗൺ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, KGF മുന്നേയൊക്കെ ഇൻഡസ്ട്രിയെ കുറിച്ച് നമുക്ക് ആർക്കും വലിയ പിടുത്തമില്ല. ആ സമയത്ത് ഷെട്ടിക അങ്ങ് കുറേയേറെ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ശരിക്കും പറഞ്ഞാൽ കന്നഡ ഇൻഡസ്ട്രിക്ക് വെളിയിലേക്ക് വലിയ റീച്ച് പോയ സംഭവങ്ങളായിരുന്നില്ല. കന്നഡ ഇൻഡസ്ട്രിക്ക് റീച്ച് കിട്ടിയതിന്റെ മെയിൻ റീസൺ പ്രശാന്ത് നീലിന്റെ KGF ആയിരുന്നു. അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി കന്നഡ ഇൻഡസ്ട്രി ഇപ്പൊ ഡൗൺ ആയിട്ടുണ്ട്. കാരണം പ്രശാന്ത് നീലിന്റെയോ യഷിന്റെയോ ഒരു പടം ഇല്ലാതെ കന്നഡ ഇൻഡസ്ട്രിക്ക് വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ അടുത്ത് വന്ന കാന്താര മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബോർഡർ ക്രോസ് ചെയ്ത് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ ഒരു കന്നഡ സിനിമയായിട്ട് മാറി. പലർക്കും അറിയാത്തൊരു കാര്യം എന്നാൽ ഇപ്പം ജനുവരി മുതൽ ഏകദേശം 5 മാസങ്ങൾ കഴിഞ്ഞു. ഇതുവരെ കന്നഡ ഇൻഡസ്ട്രിക്ക് ഒരു 100 കോടി കിട്ടിയ സിനിമ പോലും വന്നിട്ടില്ല. സോ ആ ലെവലിലേക്ക് കോളിവുഡും പോകുന്ന കാലം അത്ര ദൂരമൊന്നുമല്ല. കാരണം കോളിവുഡ് ഇൻഡസ്ട്രിയുടെ മെയിൻ സൂപ്പർ സ്റ്റാറായ രജനീകാന്തും അജിത്തും വിജയ് ഇവർ മൂന്നാളും മാറ്റി നിന്ന് കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ സ്റ്റാർസ് ഒന്നും തന്നെ ഇന്ന് കോളിവുഡിലില്ല. അതിൽ ഏറ്റവും വലിയ ആളായ വിജയ് ആണ് ഇന്ന് പൊളിറ്റിക്സിലേക്ക് പോയി പുള്ളി ഫിലിം കരിയർ തന്നെ ഇല്ലാതാക്കിയത്. 90s കാലഘട്ടം നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സത്യരാജ്, രജനീകാന്ത്, കമലഹാസൻ, വിജയകാന്ത് ഇങ്ങനെയുള്ള ഈ 4 സൂപ്പർ സ്റ്റാർസ് ആയിരുന്നു അന്ന് കോളിവുഡ് ഇൻഡസ്ട്രി റൂൾ ചെയ്തത്. അവര് കഴിഞ്ഞ് അതായത് ഒരു 90s കാലഘട്ടത്തിന്റെ അവസാനം ആറായപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഏർലി 2K വിജയ്, അജിത്ത്, വിക്രം ഇതേപോലുള്ള സൂപ്പർ സ്റ്റാർസ് അത് കൂടാതെ സൂര്യ ആ ഒരു ടൈമിലാണ് വന്നത്. എന്നാൽ പോലും വിജയ്, അജിത്തും പിന്നീട് ഒരു 2000ത്തിന്റെ അവസാനം ആറായ ടൈമിൽ വലിയ സൂപ്പർ സ്റ്റാർസ് ആയിട്ട് മാറി. അതായത് വിജയകാന്ത്, സത്യരാജ് ഓൾമോസ്റ്റ് ഫീൽഡ് ഔട്ട് ലെവലിൽ പോയി. കമലഹാസന് ഏറെക്കുറെ അങ്ങനെ തന്നെ. ആ കൂട്ടത്തിൽ നിലനിന്ന ഒരാൾ രജനീകാന്ത് ആയിരുന്നെങ്കിലും വിജയ്, അജിത്തും ഇവർക്ക് ടഫ് കൊടുക്കുന്ന രീതിയിൽ വലിയ സ്റ്റാർ ആയിട്ട് മാറി. ഇക്കൂട്ടത്തിൽ സൂര്യ ഒരു ടൈം വരെ, അതായത് ഒരു 2000 മുതൽ 2007 ടൈം വരെ വിക്രവും സൂര്യ ഒരു സ്റ്റാർ ആയിട്ടൊക്കെ മാറിയെങ്കിലും ഇവർക്കൊന്നും നിലനിൽക്കാൻ പറ്റിയില്ല. ഇത് കൂടാതെ ചിമ്പു, ധനുഷ്, വിശാല് പോലുള്ളവർ വന്നെങ്കിലും ഇവരിലെ STR മാത്രമാണ് എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചത്. പക്ഷേ പുള്ളിയെ കൊണ്ടും പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം പുള്ളിക്ക് അങ്ങോട്ട് ഫീൽഡിൽ ക്ലിക്ക് ആവാൻ പറ്റിയത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, ഏകദേശം ഒരു 20-22 വയസ്സുള്ള ടൈമിൽ STR ചെയ്ത പടമായിരുന്നു മന്മഥനും വല്ലവനും പോലുള്ള സിനിമ. ഈ സിനിമകളൊക്കെ തന്നെ എഴുതി സംവിധാനം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വേറെ ലീഗിലാണ് പുള്ളിയുടെ ആ ഒരു എൻട്രി. അതായത് ആ ടൈമിൽ വിജയോ അജിത്തോ പോലും ചെയ്യാത്ത ടൈമിൽ റിസ്ക് ആണ് ഇവരൊക്കെ ആ സമയത്ത് ചെയ്തത്. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും പുള്ളിക്ക് ഫീൽഡിൽ നിലനിൽക്കാൻ പറ്റി. ഇപ്പോഴുള്ള ശിവകാർത്തികനോ പ്രദീപോ കവിനോ മണികണ്ഠനോ അശോക് സെൽവനോ ഇവരിൽ ആർക്കും ഒരു ബിഗ് സ്റ്റാറിന്റെ ഓറയില്ല. അതായത് അവരാരും തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ എടുത്ത് കോളിവുഡ് ഇൻഡസ്ട്രിയിലേക്ക് ഒരു 500 കോടി പടവോ 1000 കോടി പടവോ കൊണ്ടുവരുമെന്ന് യാതൊരു രീതിയിലും ഉറപ്പില്ല. ഇവരിൽ തന്നെ ശിവകാർത്തികന്റെ അമരൻ എന്നുള്ള സിനിമ മാത്രമാണ് അല്പമെങ്കിലും ഒരു പ്രതീക്ഷ വന്നത്. പക്ഷെ അതിനുശേഷം വന്ന ശിവകാർത്തികന്റെ പടങ്ങൾ ഒന്നും തന്നെ ആ ലെവൽ കളക്ഷന് വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ശിവകാർത്തികൻ ഫീൽഡ് ഔട്ട് ആവില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും ആ ലെവലിലേക്ക് പുള്ളി വരത്തില്ല. എന്നാലും വിജയ്, അജിത് നേടിയ പോലെ ഒരു സ്റ്റാറിനെ ഒന്നും ഇവരെ കൊണ്ട് നേടാൻ പറ്റത്തില്ല. ഈ ഒരു 90s ഏർലി 2K ഒരുപാട് നെപ്പോക്കിറ്റ്സ്, വിജയ്, സൂര്യയൊക്കെ ഓൾറെഡി നെപ്പോക്കിറ്റ്സ് ആണെങ്കിലും അവരെ പോലെ തന്നെ പല നെപ്പോക്കിറ്റ്സ് തമിഴ് ഇൻഡസ്ട്രി പിടിച്ചടക്കാൻ നോക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ത്യാഗരാജന്റെ മോനായ പ്രശാന്ത്, വിജയകുമാറിന്റെ മോനായ അരുൺ വിജയ്, ശിവാജി ഗണേശന്റെ മോനായ പ്രഭു, സത്യരാജിന്റെ മോനായ സിബിരാജ് ഇവരെല്ലാരും തന്നെ അച്ഛന്മാരുടെ പിന്തുണയോടുകൂടി ഇൻഡസ്ട്രിയിൽ വന്നതാണ്. ഇതിന് തന്നെ ശരിക്കും പറഞ്ഞാൽ വിജയേക്കാൾ ഉപരി ഒരു നെപ്പോക്കിറ്റായിട്ട് വന്ന ആളാണ് പ്രശാന്ത്. കാരണം വിജയുടെ അച്ഛനായ
ചന്ദ്രശേഖർ ഒരു സംവിധായകനാണെങ്കിൽ ത്യാഗരാജൻ ഒരു സംവിധായകനും ആക്ടറുമാണ്. അതായത് ഈ രജനീകാന്തിന്റെ ഒക്കെ കാലഘട്ടത്തിൽ പുള്ളി ഒരു വലിയ സ്റ്റാറാണ്. പ്രശാന്തിനെ കുറിച്ച് പറഞ്ഞാൽ പ്രശാന്ത് ആണെന്ന് ചോദിച്ചാൽ ത്യാഗരാജന്റെ മോൻ ആയതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഹിന്ദിയിലും തെലുങ്കിലും എല്ലാം തന്നെ അത്യാവശ്യം ട്രെൻഡ് ആയ ഒരാളാണ്. ഈ പുള്ളിക്കാരൻ മലയാളം ചെയ്തൊരു പടമായിരുന്നു പെരുന്തച്ചൻ. സോ അങ്ങനെ നല്ലൊരു എൻട്രി കിട്ടും പ്രശാന്തിന്. ബട്ട് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ കാണുവാണ് 90s ശേഷം, അതായത് 2000 തുടങ്ങുന്ന സമയത്ത് വിജയ് അജിത്തൊക്കെ കയറി വന്ന ടൈമിൽ ക്ലിക്ക് ആവാനായിട്ട് പ്രശാന്തിനെ കൊണ്ട് വരും. അങ്ങനെ പ്രശാന്ത് ഫീൽഡ് ഔട്ട് ആയി പോവാണ്. ഇതേപോലെ തന്നെ ഫീൽഡ് ഔട്ട് ആയ ഒരാളാണ് മോഹൻ. പക്ഷെ ഈ മോഹൻ എന്ന് പറഞ്ഞാൽ പുള്ളി വിജയുടെ അജിത്തിന്റെ ഒന്നും കാറ്റഗറി അല്ല. ഈ മോഹൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോഡ് സിനിമയിൽ വില്ലനായിട്ട് വന്ന മോഹന്റെ കാര്യമാണ് പറഞ്ഞത്. മോഹന്റെ കൂടെ തന്നെ വന്ന ഒരാളായിരുന്നു കാർത്തിക്. ആക്ച്വലി കാർത്തിക്കിന്റെ കാരിയർ ഡൗൺ ആയത് ശരിക്കും ഒരു വണ്ടറാണ്. കാർത്തിക് ആരാണെന്ന് ചോദിച്ചാൽ രജനീകാന്ത് കമലഹാസനൊക്കെ ഫീൽഡിൽ ക്ലിക്കായി നിൽക്കുന്ന ടൈമിൽ ഒരു റൊമാൻറ്റിക് ഹീറോ, അതായത് ആ ടൈമിലുള്ള കുഞ്ചാക്കോവന്റെ ലെവലിൽ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് നല്ല രീതിയിൽ നിന്ന ആളായിരുന്നു ഇതേ കാർത്തിക്. കാർത്തികിന്റെ സോങ്സ് ഒക്കെ കേരളത്തിൽ പോലും വൻ ട്രെൻഡ് സെറ്റർ ആയിരുന്നു. ഇത് കൂടാതെ കാർത്തിക് ചെയ്യുന്ന പടങ്ങളെല്ലാം ആ സമയത്ത് വൻ ബ്രാൻഡഡ് ഡയറക്ടേഴ്സ് ആയിട്ടായിരുന്നു. സുന്ദർസിയുടെ കൂടെ ഒക്കെ ഒരുപാട് നല്ല എന്റർടൈനർ പടങ്ങൾ, ഇവിടുത്തെ നമ്മുടെ ലാലേട്ടന്റെ മിന്നാര സിനിമയൊക്കെ കാർത്തിക് അവിടെ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ പ്രിയദർശനൊക്കെ കാർത്തികിനെ വെച്ച് പടമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല സ്റ്റാർസിന്റെ കൂടെ നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ ഒക്കെ ഒരുപാട് പടങ്ങൾ ചെയ്ത ആളായിരുന്നു കാർത്തിക്. പക്ഷെ കാർത്തികിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു മാസ് ഓറയില്ല. പുള്ളി ചെയ്ത ബിഗ് ബഡ്ജറ്റ് പടമായിരുന്നു അമരൻ ഫ്ലോപ്പ് ആയതോടുകൂടി ശരിക്കും പറഞ്ഞാൽ കാർത്തികിന്റെ കരിയർ തന്നെ മൊത്തത്തിൽ പോയി. അങ്ങനെ നിന്ന കാർത്തിക് പിന്നെ കംബാക്കിന് വേണ്ടിയിട്ട് 2000 ശേഷം ഒരുപാട് ശ്രമിച്ചെങ്കിലും ധനുഷിന്റെ അനേകൻ എന്നുള്ള സിനിമയിൽ ഒരു വില്ലനായിട്ടാണ് പുള്ളിയുടെ കംബാക്ക് ആണ്. അതുകൊണ്ട് തന്നെ കരിയറിൽ വലിയ മെച്ചമൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പുള്ളിയുടെ കിഴക്കുവാസൻ എന്നുള്ള സിനിമയൊക്കെ കേരളത്തിൽ പോലും ഒന്ന് ഹിറ്റ് ആയ പടമാണ്. അന്ത ലെവലിൽ ഒരു സ്റ്റാറിന്റെ ഒക്കെ ആ ടൈമിൽ ഉണ്ടാക്കി എടുത്തിട്ട് കാർത്തിക് വൺ ഫീൽഡ് ഔട്ടായാണ് ആ ടൈമിൽ പോകാൻ. ഞാൻ ഈ കാർത്തികിനെ കുറിച്ച് പറഞ്ഞതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കാർത്തികിനെ പോലെ തന്നെയാണ് ശിവകാർത്തികേയന്റെ പ്രദീപ് രംഗനാഥിന്റെ ഒക്കെ കരിയർ പോകുന്നത്. ഇപ്പൊ നമുക്ക് മസിലാമണിൽ ഹീറോ ആയിരുന്ന നകുല് ഏറെക്കുറെ ഈ ഒരു കാറ്റഗറിയാന്ന് നമുക്ക് പറയാം. കാരണം ഇവര് ചെയ്യുന്ന കുറച്ച് സേഫ് സോൺ പടങ്ങളുണ്ട്, അല്ലെങ്കിൽ റൊമാൻറ്റിക് റോം കോം പടങ്ങളുണ്ട്. അതായത് അത് കാരണം ഒരു സെപ്പറേറ്റ് ഓഡിയൻസ് ഇവർക്ക് ഒപ്പം ഉണ്ട്. ബട്ട് ഇത് പോയി കഴിഞ്ഞാൽ അവരെ സേഫ് സോൺ ബ്രേക്ക് ചെയ്താൽ അവർക്ക് എന്തുമാത്രം മുകളിലോട്ട് ഉയരാൻ സാധിക്കും എന്നുള്ളതിന് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കും. ശിവകാർത്തികേയന്റെ മധുരാസിയും പരാശക്തിയും ഒക്കെ അങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് പുള്ളി ചെയ്യുന്ന ഡോൺ പോലത്തെ ക്രിഞ്ച് ടൈപ്പ് പടങ്ങളോ അങ്ങനത്തെ സംഭവം അല്ല ഈ പരാശക്തിയും മധുരാസിയും പോലുള്ള പടങ്ങൾ. ഇപ്പൊ മധുരാസി സിനിമയൊക്കെ നമുക്ക് നോക്കിയാൽ വേണമെങ്കിൽ STRന്റെ കയ്യിൽ കൊടുത്താൽ പുള്ളിയൊക്കെ അതിനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തേനെ. ബട്ട് ശിവകാർത്തികേയൻ മാർക്കറ്റ് വാല്യൂ ഉള്ളതുകൊണ്ട് മുരുകദാസ് STRനെ കൊടുക്കാതെ അത് ശിവകാർത്തികേയന്റെ കൊടുത്തു. പക്ഷെ കൊടുത്തപ്പം പുള്ളി അത് വൃത്തിയായിട്ട് ചെയ്തെങ്കിലും പുള്ളിയുടെ ആ ഒരു സേഫ് സോൺ ബ്രേക്ക് ചെയ്യുന്ന പടമായതുകൊണ്ട് അതിന് കിട്ടേണ്ട ഒരു മിനിമം കളക്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രദീപും ഈ ശിവകാർത്തികേയനും ഒക്കെ എന്തുമാത്രം അവരുടെ സേഫ് സോൺ ബ്രേക്ക് ചെയ്ത് നല്ല പടങ്ങൾ ചെയ്യുന്നു അന്നേ അവരുടെ യഥാർത്ഥ സ്റ്റാറിനെ മനസ്സിലാക്കും. ഇപ്പം തന്നെ പ്രദീപ് ഒക്കെ ചെയ്ത പടങ്ങൾ നോക്കിയാൽ എല്ലാം ഒരു 25-28 വയസ്സുള്ള ചെറുപ്പക്കാരുടെ ടൈപ്പ് റോൾസ് ആണ് പുള്ളി ചെയ്തത്. ബട്ട് അതേസമയം നോക്കിയാൽ പണ്ട് കാലത്തുള്ള ഈ സീനിയർ സൂപ്പർ സ്റ്റാർസ് എല്ലാം ഏജ്ഡ് ആയ റോൾസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ 1980 ടൈമിലൊക്കെ രജനീകാന്തിനും കമലഹാസനൊക്കെ ഒരു 30-32 വയസ്സുള്ള ടൈമാണ്. അന്ന് ആ ടൈമിൽ അവർ ചെയ്ത മുള്ളും മലരും അല്ലെ മുരട്ടിക്കാളെ അല്ലെങ്കിൽ ബില്ല ഇതേപോലുള്ള പടങ്ങളെടുത്ത് ശിവകാർത്തികേയന്റെ പ്രദീപിന്റെ കൈ കൊടുത്ത് എന്തായിരിക്കും അവസ്ഥ? എല്ലാ നാട്ടു പോലീസുകാരും ബില്ലാവക്കാതെ വെയിറ്റ് പண்றாங்க. ഇതേ 30-35 വയസ്സ്, അതായത് ഇപ്പോഴത്തെ പ്രദീപിനൊക്കെ ഏജാണ് ഞാൻ പറയുന്നത്. ആ ടൈമിൽ തന്നെ വിജയ് അജിത്തും ചെയ്ത മങ്കാത്തയോ ഗില്ലിയോ പോലുള്ള പടങ്ങൾ എടുത്ത് ഇവരുടെ കൈ കൊടുത്താൽ എന്തുമായിരിക്കും അന്നേരത്തെ അവസ്ഥ? ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ ഒരു സിറ്റുവേഷൻ, അതായത് കോളിവുഡിന്റെ ഈ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്യാൻ പോകുന്നത് അല്ലു അർജുനായി. കാരണം അല്ലു അർജുന് നോർത്തിൽ നല്ല മാർക്കറ്റ് ഉണ്ട്, കന്നഡയിൽ തെലുങ്കിലും ഓൾറെഡി പണ്ട് മുതലേ ഉണ്ട്. നോർത്തിൽ റീച്ച് ആയത് പുഷ്പ കാരണമാണ്. ഇത് കൂടാതെ കേരളത്തിന് പണ്ട് മുതലേ പുള്ളിക്ക് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. സോ ഇങ്ങനെയുള്ള അല്ലു അർജുന് തമിഴ് ഇൻഡസ്ട്രിയിൽ മാത്രമാണ് ഒരു ഇതില്ലാത്തത്. കാരണം അല്ലു അർജുൻ ചെയ്യുന്ന പരിപാടികളെല്ലാം തമിഴ് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും ചെയ്യുന്നുണ്ട്. അതായത് പുള്ളി ചെയ്യുന്ന ടൈപ്പ് മാസ് മസാല പടങ്ങൾ തമിഴ് ഇൻഡസ്ട്രി ചെയ്യാൻ അതിനേക്ക് നന്നായിട്ട് ചെയ്യാനുള്ള ആളുകളുണ്ട്. സോ പക്ഷേ ഈ വിജയ് അജിത്തും രജനീകാന്തും ഒക്കെ പോകുന്ന ഗ്യാപ്പിലേക്ക് കയറാനായിട്ട് അല്ലു അർജുൻ അതൊരു സ്ലോട്ട് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഷാറുഖ് ഖാന്റെ ജവാൻ സിനിമയൊക്കെ ആക്ടിയുടെ പടമായതുകൊണ്ട് തമിഴ് ഇൻഡസ്ട്രി പോലും നല്ല കളക്ഷൻ അടിച്ചു. അതേപോലെ തന്നെ ഇനിയിപ്പോ തന്നെ ലോകേഷിന്റെ ആറ്റിനെ കൊടുത്ത അല്ലുവിന്റെ സിനിമകൾ, അത് കഴിഞ്ഞിട്ട് ബേസിലുമായിട്ടാണ് പടം എന്ന് പറയുന്നത്, സൂപ്പർ ഹീറോ പടം എന്നൊക്കെ പറയുന്നു. എന്നിരുന്നാലും അതേപോലുള്ള പടങ്ങൾ വന്നാൽ നല്ല രീതിയിൽ അല്ലുവിന് സ്കോർ ചെയ്യാൻ പറ്റും.
കാരണം അല്ലുവിനെ പോലെ ഒരാള് നല്ല എന്റർടൈനേഴ്സ് ചെയ്താൽ ഉറപ്പായിട്ടും അവരുടെ ഫാൻ ബേസ് ഉണ്ടാവും. നോർത്തിലൊക്കെ പുള്ളിയുടെ പുഷ്പയൊക്കെ ഇന്നും തരംഗമാണ്. അവിടെ ഒരു ഡെമിഗോഡ് ലെവലിലാണ് അവരെ ക്യാരക്ടറിനെ എടുത്തു വെച്ചേക്കുന്നത്. സോ ഈ ഇൻഡസ്ട്രിയിലെ പോലെ തന്നെ, അതായത് കേരളത്തിലെ പോലെ തന്നെ അല്ലുവിന് തമിഴില് ഫാൻ ബേസ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലുവിന്റെ കരിയർ പിടിച്ചാൽ കിട്ടത്തില്ല. അത് തമിഴ് ഇൻഡസ്ട്രിയിൽ നമുക്കിപ്പോൾ അറിയാം ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. പക്ഷെ അവരെല്ലാം വെറും സ്റ്റാർസ് ആണ്. ആരും തന്നെ സൂപ്പർ സ്റ്റാർസ് അല്ല. ഇക്കൂട്ടത്തിൽ പ്രതീക്ഷ വെക്കാവുന്ന ഒരാൾ സൂര്യയാണെങ്കിലും പക്ഷെ അതിലും അമിത പ്രതീക്ഷ വെക്കണ്ട. കാരണം സൂര്യയെ കൊണ്ട് ഇനി അത്ഭുതങ്ങൾ പറ്റുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. കാരണം സൂര്യ നല്ലൊരു ആക്ടറാണ്, സ്റ്റാറാണ്, എന്റർടൈനറാണ്, എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നു. ബട്ട് സൂര്യ കങ്കുവ പോലൊരു പടത്തിന് കൊടുത്ത ഓവർ കോൺഫിഡൻസ് കാണാൻ സൂര്യയിലുള്ള ഹോപ്പ് തന്നെ ഇല്ലാതായിട്ടുണ്ട്. കാരണം സൂര്യ എന്തിനാണ് അത്രയും ഒരു മോശം സിനിമയ്ക്ക് അങ്ങനെ ഒരു രീതിയിൽ ഹൈപ്പ് കൊടുത്തത്? വാ പൊളന്ത് വാക്ക പോറ എനി ക്രിയേറ്റർ ഇൻ ഇന്ത്യൻ സിനിമ. Any creator, any director in Indian film industry വായ പൊളந்து பார்க்க போறாங்க. അതായത് സൂര്യയെ പോലെ ഒരാൾ പറയുമ്പോൾ നമ്മളത് ട്രസ്റ്റ് ആയിട്ട് എടുക്കും. കാരണം സൂര്യ ഒരിക്കലും ആ ലെവലിൽ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ സൂര്യ ഈ സിനിമ കണ്ടില്ല ആക്ച്വലി. കങ്കോ പോലൊരു പടം കണ്ടിട്ട്, അതായത് അത്രത്തോളം മലങ്കൾട്ടായ ഒരു പടം കണ്ടിട്ട് സൂര്യ എങ്ങനെ അത് പറയാൻ സാധിക്കുന്നു? അതുകൊണ്ട് തന്നെ സൂര്യയോടുള്ള ആ ഒരു ഹോപ്പ് തന്നെ ആളുകൾക്ക് ഇല്ലാതാവും. അല്ലെങ്കിൽ ഇനി സൂര്യ അതേപോലുള്ള പടങ്ങൾ ചെയ്തു വരണം. നമ്മൾ സൂര്യയെ കാണുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ 24 പോലൊരു പടമൊക്കെയാണ് നമ്മൾ കങ്കോ വന്നപ്പോൾ എക്സ്പെക്ട് ചെയ്തത്. അതേപോലെ നല്ല സാധനങ്ങൾ സൂര്യ ചെയ്തിട്ടുണ്ട്. സൂര്യയാണ് ശരിക്കും പറഞ്ഞാൽ തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു സ്റ്റാർ ആയി നിൽക്കുന്ന സമയത്ത് സേഫ് സോൺ വിട്ട് മറ്റു പല പരിപാടികൾ ചെയ്തു. ഉദാഹരണത്തിന് 7 അറിവ് ചെയ്തു, മാസ് ചെയ്തു, ഇതുകൂടാതെ അയൺ പോലുള്ള പടങ്ങൾ ചെയ്തു. മീൻസ് പുള്ളിയുടെ സേഫ് സോൺ വിട്ട് തന്നെയാണ് ഒരുപാട് പടങ്ങൾ ചെയ്തത്. പക്ഷെ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ സ്റ്റാർഡോ ഇല്ലാതെ അങ്ങനെ നിൽക്കുന്ന സൂര്യ ഇതേപോലുള്ള രീതിയിൽ ആളുകളുടെ പ്രതീക്ഷകൾ കളഞ്ഞാൽ ഉറപ്പായിട്ട് സൂര്യ ഡൗൺ ആയി. ഇക്കൂട്ടത്തിലെ STR നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഒരു ടൈമിൽ STR എന്ന് പറഞ്ഞാൽ തന്നെ തമിഴ് ഇൻഡസ്ട്രിയിൽ ഒരു നെപ്പോക്കിഡ് ആണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ STR ജനിച്ചു വീണ തന്നെ സിനിമയിലാണെന്ന് പറയും. കാരണം ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഒരുപാട് പടങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹീറോ ആയപ്പോഴും നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ കംബാക്ക് മാനാലിലൂടെ നടന്നപ്പോൾ ഉറപ്പ് ഇനി തമിഴ് ഇൻഡസ്ട്രിയിലെ ഒരു വലിയ സ്റ്റാർ ആയിട്ട് STR മാറുമെന്ന് പറഞ്ഞു. കാരണം വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് പുള്ളി ഒരു സെറ്റപ്പായി വന്നതല്ല. പക്ഷെ അതിനുശേഷം ആകെ കൂടെ ഹീറോ ആയിട്ട് ചെയ്തത് 2020 ശേഷം ഇപ്പൊ 5 വർഷം, ഈ 5 വർഷത്താണ് പുള്ളി ഹീറോ ആയിട്ട് വന്ന ഒരേ ഒരു പടം 10 തലയാണ്. നിങ്ങൾ അപ്പോഴേ ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്തോരം മടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു അശ്വന്ത് മാരിമുത്തുവിന്റെ കൂടെ സിനിമ ഉണ്ടായിരുന്നു, അത് പോയി. പാർക്കിങ്ങിന്റെ ഡയറക്ടറിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അത് പോയി. അങ്ങനെ പല പല സിനിമകൾ. ഇതിനിടെ കൊറോണ കുമാർ എന്നൊക്കെ പറഞ്ഞ ഒരു സിനിമയൊക്കെ ഒരു ഫൺ റൈഡ് പടമായിരുന്നു. അതൊക്കെ അനൗൺസ് ചെയ്തിട്ട് വേണ്ടെന്ന് വെച്ചു. ഇക്കൂട്ടത്തിൽ ഇപ്പം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന അരസൻ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു ഇതുള്ളത്. പക്ഷെ വെട്രിമാന്റെ പരമായോണ്ട് ഹോപ്പുണ്ട്. ഇതുകൂടെ വിജയ് സേതുവിന്റെ ക്യാമിയോ അങ്ങനെ പറക്കുന്ന യൂണിവേഴ്സ് എല്ലാം ഓക്കെ. ബട്ട് അത് കഴിഞ്ഞാൽ STR ഫീൽഡിൽ നിൽക്കുമോ എന്നുള്ള കാര്യത്തിലും ഡൗട്ടാണ്. കാരണം അത്രത്തോളം ആളുകൾക്ക് ഹോപ്പുള്ള ഒരു ആക്ടർ ആയിരുന്നു ഒരു ടൈമിൽ. ഇപ്പം പുള്ളിയുടെ അവസ്ഥ തന്നെ അത്രയ്ക്ക് പരിതാപകരമായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആ ലെവലിൽ STR ഡൗൺ ആയിപ്പോയി. തമിഴ് ഇൻഡസ്ട്രിയുടെ മറ്റൊരു ശാപമാണ് ഓവറായിട്ടുള്ള ഈ താരാരാധന. അതായത് അവിടെ ഇപ്പൊ ഒരിക്കലും ലോകയോ വാഴ 2 പോലൊരു പടം വന്ന് ഇൻഡസ്ട്രിയിൽ അടിക്കത്തില്ല. അവിടുത്തെ ഇൻഡസ്ട്രിയിൽ സിനിമകൾ എടുത്ത് നോക്കിയാൽ എല്ലാത്തിലും ഒരു സൂപ്പർ സ്റ്റാറിന്റെ പ്രസൻസ് ഉണ്ട്. അതായത് ഒരു 90 മുതൽ 90 സിനിമകൾ ഭൂരിഭാഗം എടുത്ത് നോക്കിയാൽ ഒന്നെങ്കിൽ രജനീകാന്ത് അല്ലെങ്കിൽ കമലഹാസൻ ആയിരിക്കും ഇൻഡസ്ട്രിയിൽ ഓർഡർ. 2000-ന് ശേഷമുള്ള പടങ്ങൾ എടുത്ത് നോക്കിയാൽ ഇത് തന്നെ. അവിടെ ഒരിക്കലും ഒരു ന്യൂ കമർ വന്ന് ഇൻഡസ്ട്രിയിൽ അടിച്ച ചരിത്രമേ ഇല്ല. 2000-ന് ശേഷമുള്ള ഇങ്ങോട്ടുള്ള ഇൻഡസ്ട്രികളിൽ ഒരു വലിയ സ്റ്റാറിന്റെ പ്രഭാവം ഇല്ലാതെ വന്ന് ഇൻഡസ്ട്രിയിൽ അടിച്ച സിനിമ പൊന്നിയിൻ സെൽവനാണ്. പക്ഷെ പൊന്നിയിൻ സെൽവൻ എന്ന് പറഞ്ഞാൽ അവിടെ അത്രത്തോളം ഫാൻ ബേസ് ഉള്ള നോവല്, മൾട്ടി സ്റ്റാർ പടം, മണിരത്നം പടം, ഇങ്ങനെയുള്ള പല ഫാക്ടറുകൾ ഉള്ളത് കൊണ്ടാണ് അന്ന് പൊന്നിയിൻ സെൽവൻ ഇൻഡസ്ട്രിയിൽ അടിച്ചത്. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും പൊന്നിയിൻ സെൽവന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത ചുരുക്ക സിനിമകളെ തമിഴ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ തമിഴ് ഇൻഡസ്ട്രിയിലെ ടോപ്പ് 5 കളക്ഷൻ സിനിമകൾ നോക്കിയാൽ അതിനകത്ത് എല്ലാ ഒരു സൂപ്പർ സ്റ്റാറിന്റെ പ്രസൻസ് ഉണ്ട്. അതിൽ പലതിലും വിജയാണ്. മനസ്സിലായില്ലേ? ഏറ്റവും അധികം വേൾഡ് വൈഡ് കളക്ഷൻ അടിച്ച പടം ഇന്നും 2.0 ആണ്. പക്ഷേ മലയാളം ഇൻഡസ്ട്രി അങ്ങനെയല്ല. വേൾഡ് വൈഡ് ടോപ്പ് കളക്ഷൻ അടിച്ച ഒരു 5 പടങ്ങൾ എടുത്താൽ അതിൽ തന്നെ ഈ മഞ്ഞുമലും ലോകം പോലുള്ള സിനിമകളുണ്ട്. ഇതുകൂടാതെ ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടുള്ള 5 പടങ്ങൾ എടുത്താൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ അടിച്ച ഒരു 5 പടങ്ങൾ എടുത്താൽ അക്കൂട്ടത്തിൽ ഈ 2018 എന്നുള്ള സിനിമയുണ്ട്, ലോകയുണ്ട്, വാഴ 2 ഉണ്ട്. കാരണം ഇവിടെ ഒരു വലിയ സൂപ്പർ സ്റ്റാർ ഇല്ലെങ്കിലും നമുക്ക് ഇൻഡസ്ട്രിയിൽ അടിക്കാം. പക്ഷെ തമിഴ് ഇൻഡസ്ട്രി അങ്ങനല്ല. മനസ്സിലായില്ലേ? ഇവിടെ കണ്ടില്ലേ ഇപ്പം, അതായത് മോളിവുഡ് ഇൻഡസ്ട്രി ഇത്രത്തോളം വളർന്ന് നിൽക്കുന്ന ടൈമിൽ ലാലേട്ടന്റെ ഹൈ പോസിറ്റിവിറ്റിയെ തുടരും പോലെ സിനിമയെ ലോക ഇൻഡസ്ട്രിയിൽ അടിച്ചു ബ്രേക്ക് ചെയ്തിട്ട്. അതും കഴിഞ്ഞ് അങ്ങനത്തെ ഒരു ഹൈ ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയ ഒരു ലോകയുടെ റെക്കോർഡ് റീൽസ് ചെയ്തുകൊണ്ടിരുന്ന ഹാഷിറും ഗ്യാങ്ങും ബ്രേക്ക് ചെയ്തു. സോ ആ ലെവലിൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഗ്രോത്ത് ഉണ്ട്. നമ്മുടെ ഇൻഡസ്ട്രി കണ്ടന്റ് മാത്രം വെച്ചാണ് ഒരു ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നത്. അവരുടെ പോലെ ഒരു സ്റ്റാർ ഒന്നും വേണമെന്ന് നമ്മുടെ ഇൻഡസ്ട്രിക്ക് നിർബന്ധമില്ല. സോ അതുകൊണ്ട് തന്നെ കോളിവുഡ് ഇൻഡസ്ട്രിയേക്കാൾ എന്തുകൊണ്ടും നമ്മുടെ ഇൻഡസ്ട്രി മെച്ചമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ
കോളിവുഡ് ഇൻഡസ്ട്രിയുടെ ഈ ഒരു ഡൗൺഫോൾ ആക്ച്വലി നമ്മളെ വണ്ടർ അടിപ്പിക്കുന്നതാണ്. ഒരു ടൈമിൽ എങ്ങനെ ഇരുന്ന ഇൻഡസ്ട്രിയാണ് വിജയ്, സൂര്യ, അജിത്ത്, ധനുഷ്, ഷിംബു, വിശാൽ, അങ്ങനെ എല്ലാരെ കൊണ്ടും ഇൻഡസ്ട്രി പീക്കിൽ നിൽക്കുകയായിരുന്നു. ഈവൻ ബ്രാൻഡായ ആക്ടേഴ്സ് ഇല്ല, ബ്രാൻഡായ ഡയറക്ടേഴ്സ് ഇല്ല, ബ്രാൻഡായ മ്യൂസിക് ഡയറക്ടേഴ്സ് പോലും ഇല്ല. അനിരുദ്ധിൽ മാത്രമാണ് പലരും പ്രതീക്ഷ വെക്കുന്നത്. ഈ അടുത്ത റിലീസായ വിഘ്നേഷ് ശിവന്റെ ആ ഒരു LIK എന്നുള്ള സിനിമ നോക്കിയാൽ തന്നെ അതിലാകെയുള്ളൊരു പോസിറ്റീവ് ഫാക്ട് ആയിട്ട് വന്നേക്കുന്നത് ഈ അനിരുദ്ധിന്റെ മ്യൂസിക്കാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു സിനിമ ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇന്ന് കോളിവുഡ് ഇൻഡസ്ട്രി നേരിടുന്നുണ്ട്. സോ കോളിവുഡ് ഇൻഡസ്ട്രി നേരിടുന്ന പ്രോബ്ലംസും കോളിവുഡ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള ആ ഒരു ഡൗൺഫോളും എല്ലാമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ഞാനത് ഫോളോ ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.